ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം ഉള്ള പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? ആ ഇയോന്റെ ഇടി അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി. ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വെടക്ക് ടീമാണ്. സാഹസികതയ്ക്കൊരു അതിരുണ്ട്. അതിരില്ല. എന്തായി കാണിച്ചേ? കാണണം തോന്നി, കണ്ടു. ശല്യായോ? ഇല്ല, എന്നാലും ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചുനാൾ വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. വെച്ചോളൂ. പോട്ടെ. ഒറ്റയ്ക്കാ വന്നേ? അല്ല, ദേ മറ്റവന്മാരും ഉണ്ട്. ഞാൻ ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു. ഞാൻ വരാം, എന്നിട്ട് ഉടനെ ഇങ്ങ് കേറൂട്ടോ. അവനെന്താ പിന്നെ കോർത്ത് നിൽക്കുന്നേ? ആ ഇയോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരളുന്നാ തോന്നണം. അയ്യോ, പേടിച്ചുപോയി. തെളിഞ്ഞോടാ, അടിവരയിട്ട് ഉറപ്പിക്കാവോ? ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിയിക്കാൻ, എന്തുറപ്പിക്കാൻ? കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. വന്നതിൽ സന്തോഷം. നാളെയും കാണണം. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. വേണ്ട, നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും. വരൂ. വരാം. പോയി കിടന്നോളൂ, ഞാൻ പോയേക്കാം. നിക്ക്, ഞാൻ കേറിട്ട് പോയാ മതി. അവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ. മതി, ഇനി നമ്മൾ നിൽക്കണ്ട. നമ്മൾ നിന്ന് അറയ്ക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നടക്കല്ലേ. നമ്മൾ അപരിചിതരായ 2 വഴിപോക്കർ. നമുക്ക് ലവനെ അറിയത്തില്ല, ലവളെ അറിയത്തില്ല, ഇല്ലേ? അതെ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബക്രാരങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതെ, പരിസ്ഥിതി സംരക്ഷണവും അണക്കെട്ടുകളും. അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ. നമ്മൾ തിരിഞ്ഞു നോക്കണോ? എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിനു തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കണം. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. വാ. എന്തിനാ വരാൻ പറഞ്ഞേ? കാണാൻ. കണ്ടല്ലോ, ഇനി പൊയ്ക്കോട്ടെ. കണ്ട് കൊതി തീരട്ടെ, അപ്പൊ പറയാം. എന്നിട്ട് പോയിക്കോ. വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു. ഒരു ഡയലോഗ് പോലും വീണിട്ടില്ല. ഇവനെ എങ്ങനെയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? മാറി കണ്ട, നമ്മളെ കണ്ട. പക്കിയെ പിടിക്കാൻ നടക്കുന്നു. യവനെ എന്തോന്നിന് കൊള്ളാവടാ ചിപ്പായി. രാധാമാധവ, മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും. നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും. നീ വന്നേ. മതി നിർത്ത്, വീട്ടിൽ പോ. എന്താ? വേണ്ട, ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത്. എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം. എന്താണ് കാര്യം? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമവും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു ചുക്കും ഇല്ല. ഞങ്ങൾക്കും ചില ഉത്തരവാദിത്വമുള്ള ലവ് അഫെയർ ആണിത്. അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യമുള്ളൂ. കൊടുക്കട ചിപ്പായി. എന്താ ഇത്? വൈറ്റ് പേപ്പർ, വെള്ളക്കടലാസ്.
എന്തിന്? പ്രേമലേഖനം എഴുതാൻ. ഛേ, ഹ, ഒരു ചേയുമില്ല. രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത്. രണ്ട് മനസ്സുകൾ ഒന്നാവണ്ടേ? അതിന് പരസ്പരം അറിയണം. അറിയണമെങ്കിൽ എഴുതണം. ഉള്ളു തുറന്ന് എഴുതണം. പറ, എഴുതോ? നോക്കട്ടെ. അപ്പാ, ഒന്ന് എഴുന്നേറ്റ്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല, ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല, കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം. അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ. അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണ. പെണ്ണാ? പെണ്ണ. അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ, അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാ ഓരോ കുപ്പികള്. വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കല്ല രണ്ട് വീട്ടുകാരും. അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം. എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കണ്ണു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ണം കഷ്ടമായി വെട്ടിനുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി. ഇവനെ കൈ കിട്ടിക്ക് കൊന്നേനെ. അവരിവിടെയും വരും, ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പെന്ന് ആണം കിട്ടുപോകും. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും.